നമസ്കാരം. കേഡൽ ജീൻസൺ രാജ് അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ബന്ധുവിനെയും അതിനിഷ്ഠുരമായി വകവരുത്തിയ 29കാരൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാര ക്രിയയിലൂടെ ഒരു കുടുംബത്തെ കൊലക്കളമാക്കിയ ചെറുപ്പക്കാരൻ. കേരളത്തിന് മുന്നിലെ ഞെട്ടിക്കുന്ന സാന്നിധ്യമാണ് വിദ്യാസമ്പന്നനായ ഈ യുവാവ് ഇന്ന്. എന്താണ് അവൻ്റെ മനസ്സിനെ നയിച്ചത്? എന്താവേശിച്ചാണ് അവനെ അക്രമിയാക്കിയത്? ജീവൻ നൽകിയവരുടെ ജീവൻ എടുത്തിട്ടും സന്തോഷം നിറഞ്ഞ മുഖവുമായി മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ട് ആർക്കും അറിയില്ല. അന്വേഷണം നടക്കുകയാണ് നടുക്കുന്ന കൃത്യത്തിൻ്റെ കാരണമറിയാൻ. വീഡിയോ ഗെയിം കാണാൻ വിളിച്ചിരുത്തിയ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വെട്ടിപ്പിളർന്ന് കത്തിച്ച് കളയാൻ കഴിയുന്ന ക്രൗര്യം. ഓൺലൈനിലൂടെ ഓർഡർ കൊടുത്ത മഴുവിനു വേണ്ടി കാത്തിരുന്ന് മടുക്കാത്ത മനസ്സിൻ്റെ മറുതലം. വിചിത്രമാണ് കേഡൽ നിന്റെ വികാര വിചാരങ്ങൾ. സാത്താൻ്റെ ചെയ്തിയെന്ന് കേഡലിൻ്റെ കാടത്തത്തെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. സാത്താനെ കൊണ്ട് സാധ്യമാകുന്നത് എന്തെല്ലാമെന്ന് കണ്ടെത്താൻ കേഡൽ കടന്നുപോയ വഴികൾ തേടുകയാണ് പോലീസിനൊപ്പം മനോരോഗ വിദഗ്ധരും. കേഡലിനെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും കുറ്റവിമുക്തമാകാം കേരളത്തിനൊന്നാകെ. അങ്ങനെ കൈയൊഴിയേണ്ടതാണോ കേഡലിൻ്റെ ക്രൂരതയെ? കുറ്റവാസനയിൽ കേരളം കണ്ടെത്തുന്ന പുതുവഴികളിലേക്ക് കണ്ണോടിക്കാനല്ലേ കേഡലിൻ്റെ കൃത്യങ്ങൾ പ്രേരണയാകേണ്ടത്? നന്ദൻകോട് കൂട്ടക്കൊലപാതകം നടുക്കം കൊണ്ട് മറക്കേണ്ടതോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. കേഡലിന്റെ കാടത്തത്തിന് പിന്നിൽ കൈവിട്ട മാനസിക നിലയോ? 2. പ്രതികാര കൊലയെന്ന പോലീസ് നിഗമനം പ്രതിയുടെ മനസ്സിനെ മനസ്സിലാക്കാതെയുള്ളതോ? 3. പോലീസ് സംശയിക്കും പോലെ മനോരോഗിയെന്ന് അഭിനയിച്ച് കുറ്റവിമുക്തനാകാനോ കേഡലിന്റെ കളി? 4. കുറ്റം ചെയ്ത ശേഷം നാടുവിട്ട കേഡൽ പോലീസിന് പിടികൊടുക്കാൻ തിരിച്ചു വന്നതെന്തുകൊണ്ട്? 5. ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ ആത്മാവിനെ മോചിപ്പിച്ചെന്ന കേഡലിന്റെ ന്യായീകരണം കണ്ടെത്തപ്പെടേണ്ടതോ? 6. സാത്താൻ സേവയും ആഭിചാര ക്രിയകളും ജീവനെടുക്കുന്ന കളിയിലേക്കോ കേരളത്തെ കൊണ്ടുപോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ബുധനാഴ്ചയിലെ പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് കനത്ത പോളിംഗ്. 71% രേഖപ്പെടുത്തി. മലപ്പുറത്തെ പോളിംഗ് ശതമാന വർധനവിൽ പ്രതീക്ഷയർപ്പിച്ച UDF. LDF സ്വാധീന മേഖലകളിലും ഭേദപ്പെട്ട പോളിംഗ്. ഭൂരിപക്ഷം കൂടുമെന്ന് കുഞ്ഞാലിക്കുട്ടി. ആര് ജയിച്ചാലും ഭൂരിപക്ഷം കുറയുമെന്ന് TK ഹംസ. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കാനെത്തിയവർക്ക് CPM പ്രവർത്തകരുടെ മർദ്ദനം. ഭൂസംരക്ഷണ സമിതി പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സബ് കളക്ടറെ തടഞ്ഞുവെച്ചു. തല്ലിയാളിതാന്ന് പറയുന്നുണ്ടല്ലോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇനിയിപ്പോ ഇനി എഴുതി തരണോ? അറസ്റ്റ് ചെയ്യണ്ടേ? അവിടെ നിൽക്കുന്നു തല്ലിയാൾ. റവന്യൂ മന്ത്രിക്ക് കടുത്ത പ്രതിഷേധം. മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിച്ചു. കയ്യേറ്റമൊഴിപ്പിക്കാതെ മടങ്ങില്ലെന്ന നിലപാടിൽ ശ്രീറാം വെങ്കട്ടരാമൻ. CPM പ്രവർത്തകർ തന്നെ ഷെഡ് പൊളിച്ചു മാറ്റി. ജിഷ്ണു കേസിൽ ആരുടെയും പദ്ധതിക്കനുസരിച്ച് പോകില്ലെന്ന് മുഖ്യമന്ത്രി. മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യം ഈ ഗവൺമെന്റില്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാനില്ലെന്ന സൂചന നൽകി മഹിജ. മുഖ്യമന്ത്രി തങ്ങളെ മുഖവിലേക്കെടുക്കണമെന്ന് അമ്മ. കാനത്തെ കടന്നാക്രമിച്ച് EP ജയരാജൻ. കാനത്തിന്റെ ജൽപ്പനങ്ങൾ ഇടതുമനസ്സുകൾ ക്ഷമിക്കില്ല. ഇടതുമുന്നണി മേലാവിയായി കാനത്തെ നിയമിച്ചിട്ടില്ലെന്നും ജയരാജൻ. ലാവ്ലിൻ കേസ് വിധി പറയാൻ മാറ്റി. വാദം പൂർത്തിയായ കേസിൽ ഹൈക്കോടതി വേനലവധിക്ക് ശേഷം വിധി പറയും. പിണറായി അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് CBI. ഇന്റലിജൻസ് മേധാവിക്ക് സംസ്ഥാന മന്ത്രിയെ അറിയില്ല. കൃഷിമന്ത്രിയെ വിളിച്ച് കാണാൻ സമയം തേടിയ മുഹമ്മദ് യാസിൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനെ കണ്ട് മന്ത്രി സുനിൽകുമാർ അല്ലേ എന്ന് ചോദിച്ചു. മോശമെന്ന് റവന്യൂ മന്ത്രി. അദ്ദേഹം വേറൊരു മന്ത്രിയെ കാണാൻ വന്നതാണ്. ഇന്റലിജൻസിന് അങ്ങനെ ഒരു പിടിയില്ലാതെ പോയത് വലിയ മോശമാണ്. ഫോൺ വിളി വിവാദത്തിൽ ചാനൽ CEO അജിത് കുമാർ, റിപ്പോർട്ടർ ജയചന്ദ്രൻ എന്നിവർക്ക് ജാമ്യമില്ല. 3 മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായിട്ടില്ലാത്ത 2 പേർക്ക് മുൻകൂർ ജാമ്യം. ശശീന്ദ്രനുമായുള്ള സംഭാഷണം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തത് ദുരുദ്ദേശപരമെന്ന് കോടതി. ട്രഷറിയിലെ കറൻസി പ്രതിസന്ധി മറികടക്കാൻ ഫോർമുലയുമായി തോമസ് ഐസക്.
മദ്യം ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇനി ബാങ്കിൽ നിക്ഷേപിക്കില്ല. പണം നേരിട്ട് ട്രഷറിയിൽ അടയ്ക്കാൻ ധനമന്ത്രിയുടെ നിർദ്ദേശം. ഇന്ധനവില ദിവസവും മാറുന്ന രീതിയിൽ വില നിർണയം മാറ്റാൻ കേന്ദ്ര നിർദ്ദേശം. കൂട്ടക്കൊലപാതകത്തിന്റെ കാരണമെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ക്രിമിനോളജിസ്റ്റ് ജെയിംസ് വടക്കഞ്ചേരി, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ ഗിരീഷ്, സിറോ മലബാർ സഭയുടെ മുൻ വക്താവും ചിന്തകനുമായ ഫാദർ പോൾ തേലക്കാട്ട്, എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.